ചെയ്ത പ്രസംഗത്തിൽ 3 കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം, എന്തുകൊണ്ട് നിസ്സഹകരണ പ്രസ്ഥാനം, എന്തുകൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനവും കോൺഗ്രസും ബന്ധപ്പെട്ടിരിക്കുന്നു, അഥവാ മതേതരത്വം കോൺഗ്രസിൻ്റെ മുഖമുദ്രയാകണം, എന്തുകൊണ്ട്? ഈ 3 കാര്യങ്ങളാണ് അന്ന് പ്രധാനമായും പറഞ്ഞത്. അതിലെന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് ഗാന്ധി പറയുന്നത്? നമ്മളെ ഭരിക്കുന്ന ഈ ബ്രിട്ടീഷ് ഭരണകൂടത്തിനോട്, അതിൻ്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുകയോ അതിനെ പിന്തുണയ്ക്കുകയോ ചെയ്യുമ്പോൾ നാം അതിൻ്റെ അധികാരം പങ്കിടുകയാണ്. അത് അങ്ങേയറ്റം അപമാനകരം ആണ്. ഒരിക്കൽ ഈ ഭരണം നമുക്ക് തന്നിട്ടുള്ള അംഗീകാരങ്ങളൊക്കെ നാം അസ്വാദ്യമായി സ്വീകരിച്ചു. പക്ഷേ ഇന്നത് അപമാന മുദ്രകളായിരിക്കുന്നു. നാം അതെല്ലാം തിരിച്ചു നൽകണം. ആ ഭരണകൂടത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നാം ത്യജിക്കണം. നമുക്കവരുടെ രക്ഷ വേണ്ട, ശിക്ഷ മതി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന വാദം. എന്തുകൊണ്ട് നിസ്സഹകരണ പ്രസ്ഥാനം എന്നതും പറയുന്നു. പഞ്ചാബിൽ നിരപരാധികളായ മനുഷ്യർ അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ തിരിച്ച് ആരവരെ പീഡിപ്പിച്ചുവോ അവരെ പീഡിപ്പിക്കുക എന്നതല്ല നമ്മുടെ നയം. ആത്മപീഡനത്തിലൂടെ അവർക്ക് മനസാന്തരം വരുത്തുക എന്നതായി. ആ മനസാന്തരത്തിൻ്റെ ഭാഷയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഷ. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനം, ബ്രിട്ടീഷുകാർ ഖിലാഫത്ത് പ്രസ്ഥാനത്തോട് കാണിച്ചത്, മുസ്ലിം സമുദായത്തോട് കാണിച്ചത് നമുക്ക് ക്ഷമിക്കാനാവുകയില്ല. നമ്മുടേത് മതേതരത്വമാണ്, പിൽക്കാലത്തുണ്ടായ ഭാഷയാണ്. എങ്കിലും ഗാന്ധിയുടെ മതേതരത്വം മാർക്സിസ്റ്റ് പാർട്ടിയുടെ മതേതരത്വം അല്ല. അത് യൂറോപ്യൻ സെക്യുലറിസം അല്ല, മറിച്ച് ഇതര മതങ്ങളോടും കാണിക്കുന്ന സ്നേഹമാണ്, ബഹുമാനമാണ് മതേതരത്വത്തിൻ്റെ അടിസ്ഥാനം. ന്യൂനപക്ഷ മതങ്ങൾ ഭൂരിപക്ഷ മതങ്ങളെക്കാൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു നാടായിത്തീരണം ഇത്. അതുകൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ കൂടെ കോൺഗ്രസ്സുകാർ നിൽക്കുന്നു എന്നാണ് രണ്ടാമത്തെ പ്രധാന കാര്യമായി ഗാന്ധി പറഞ്ഞത്. ഇനി മെല്ലെ ഒരല്പം രാഹുൽ ഗാന്ധിയിലേക്ക് വന്നാൽ, രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് രക്തബന്ധമൊന്നുമില്ല എന്ന് ഒരുപാട് ആളുകൾ ആക്ഷേപമായി പറയുന്നു. പക്ഷേ മഹാത്മാഗാന്ധി ആരാണ്? അദ്ദേഹത്തിൻ്റെ ആദർശമാണ്, അദ്ദേഹത്തിൻ്റെ സത്യനിഷ്ഠയാണ്, അദ്ദേഹത്തിൻ്റെ ആൾ ഇൻക്ലൂസീവായിട്ടുള്ള നേച്ചറാണ്, അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ ആഗ്രഹം ആണ്. അങ്ങനെയുള്ള ഒരു ഗാന്ധി ആരെല്ലാമായിരുന്നുവോ അതൊക്കെ ആകാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഗാന്ധി എന്ന പേര് സ്വാഭാവികമായി ചേരുമെന്നതാണ് പുതിയ അർത്ഥം. അതുകൊണ്ട് അദ്ദേഹം ഈ സമരത്തിൽ വിജയിക്കട്ടെ, നമ്മളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്നു. സത്യനിഷ്ഠയെക്കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. മഹാത്മാഗാന്ധിയുടെ പ്രപൗത്രൻ കുട്ടിയാണ്, 7 വയസ്സുള്ള അരുൺ ഗാന്ധി. പിൽക്കാലത്ത് എഴുതിയതാണ്, ഓർത്തു പറയുക. ഒരു ദിവസം നെഹ്റു വീട്ടിൽ വന്ന് ഗാന്ധിയെക്കുറിച്ചുള്ള കഥകളൊക്കെ നിങ്ങൾക്കറിയാം, ഇതറിയാനിടയില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. അപ്പോൾ നെഹ്റു കുട്ടിയോട് ചോദിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു. ഓ വരാം വരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ നീ ഓംലേറ്റ് കഴിക്കുമോ? ഓ കഴിക്കും. ഗാന്ധി സമ്മതം തന്നിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെ ഗാന്ധി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് അറിഞ്ഞു. അപ്പോൾ അവനെ വിളിപ്പിച്ചു, ഞാൻ നിനക്ക് എപ്പോഴാണ് സമ്മതം തന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ അതിൽ മുട്ടയുടെയൊക്കെ അംശം ഉണ്ടാവില്ലേ, അത് നോൺ വെജിറ്റേറിയൻ ഫുഡല്ലേ, അതുകൊണ്ട് എനിക്ക് സമ്മതമുണ്ട്. അപ്പോൾ ഗാന്ധി പറഞ്ഞു, നീ കോൺഗ്രസ്സുകാരനാകാൻ പറ്റില്ല ഭാവിയിൽ, പക്ഷേ ഒരു വക്കീലാകാൻ പറ്റും. അപ്പോൾ ആ കഥ മാത്രമല്ല, ഗാന്ധിയുടെ എന്താണ് രാമരാജ്യം എന്നാണെങ്കിൽ, കുഞ്ഞുനാളിലെ ഗാന്ധി കണ്ട ഹരിശ്ചന്ദ്ര നാടകത്തിൽ അതിൽ ഹരിശ്ചന്ദ്രൻ അനുഭവിക്കുന്ന
വേദനകളാണ്, യാതനകളാണ്, സത്യത്തിന് വേണ്ടി അനുഭവിച്ചതെല്ലാമാണ് ഗാന്ധിയെ പ്രചോദിപ്പിക്കുകയും അദ്ദേഹത്തെ ഈ സത്യവ്രതൻ ആക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഹരിശ്ചന്ദ്രൻ്റെ രണ്ടാം ജന്മമാണ് രാമൻ എന്ന് കരുതിയത് കൊണ്ടാണ് അദ്ദേഹം രാമരാജ്യം എന്ന് പറഞ്ഞത്. അതല്ലാതെ അദ്ദേഹത്തിനറിയാം ഇതൊരു സാഹിത്യത്തിലെ കഥാപാത്രമാണ് എന്ന്. ലെവലേശം ഫണ്ടമെൻ്റലിസ്റ്റ് ആയിരുന്നില്ല ഗാന്ധി കണ്ടു അദ്ദേഹത്തിൻ്റെ ത്യാഗം അത് ഹരിശ്ചന്ദ്രന് തുല്യം. അദ്ദേഹത്തിൻ്റെ ഭരണം അത് പ്രജകൾക്ക് മാത്രമുള്ളത്. സ്വയം യാതൊന്നും അനുഭവിക്കാത്ത ഈ രാമനാകണം എൻ്റെ മാതൃക എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അല്ലാതെ ശംഭൂകനെ കൊന്ന, ബാലിയെ ഒളിച്ചു കൊന്ന കഥകളിലെ ഈ രാമനെ മാത്രം മുൻനിർത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാമൻ സ്റ്റോറിയുടെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു RSS അല്ല. അതിൻ്റെ രാമരാജ്യമല്ല ഗാന്ധിയുടേത്. സത്യനിഷ്ഠയുള്ള ഒരാളുടെ രാമരാജ്യം. രാഹുൽ ഗാന്ധിക്കും നമുക്കെല്ലാവർക്കും ആ രാമരാജ്യത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ. ഈ രാമരാജ്യത്തെ ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ ക്ഷേത്രം പണിത് പ്രഖ്യാതരും ഭരണീയരുമായി തീർന്നവരുടെ രാമരാജ്യത്തെ നശിപ്പിക്കുക. നന്ദി.